ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സോറിയാസിസ് വന്ന് പഴുത്ത് പുഴുത്ത് പുഴു അരിച്ചിരിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിനി ജോണി എന്ന് പറയുന്ന പെരുമ്പാവൂരുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ 12 വർഷമായി സോറിയാസിസ് വന്ന് ദേഹം മുഴുവൻ പഴുത്ത് പുഴുത്ത് പുഴു അരിച്ച് ഇരിക്കുകയാണ്. ഈ സംഭവം നടന്നിട്ട് 1-2 ആഴ്ചയായിട്ടുള്ളൂ. ഈ പെൺകുട്ടി ഈ കൈയുമായി ഈ ദേഹവുമായി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് 1-2-3 ആഴ്ചയേ ആയിട്ടുള്ളൂ. നിങ്ങൾ കണ്ട കൈ ഒന്ന് കാണുക. കുറച്ചുകൂടെ ഞാൻ പറയും. താങ്ക് യു ഗോഡ്. എൻ്റെ പേര് മിനി ജോണി. ഞാൻ പെരുമ്പാവൂരിന് അടുത്തുള്ള വായക്കരയുടെ ദേശത്ത് നിന്ന് വന്നു. എനിക്ക് ഭർത്താവും ഒരു കുഞ്ഞുമുണ്ട്. ഞാൻ 12 വർഷക്കാലമായി സോറിയാസിസ് എന്ന മാരക രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മരുന്നുകളേറെ കഴിച്ചിട്ടും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. താൽക്കാലികമായ ഒരു സൗഖ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 10-20 ദിവസങ്ങൾക്ക് മുമ്പ് പനി വന്ന് വീണ്ടും ശരീരം പൊട്ടി വ്രണപ്പെട്ട് മരിക്കാവുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ കർത്താവ് സാറിൻ്റെ അടുത്ത് എന്നെ ഒന്ന് എത്തിച്ചത്. അതെ, കുഞ്ഞിൻ്റെ പേരെന്താണ്? മിനി. മിനിയുടെ വീട് എവിടെയാണ്? പെരുമ്പാവൂർ. മിനി എന്ത് ചെയ്യുന്നു? ടൈലറിംഗ് സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? കല്യാണമൊക്കെ കഴിച്ചില്ലേ? ഭർത്താവിൻ്റെ പേരെന്താ? ജോണി. മക്കൾ എത്ര പേരാ ഉള്ളത്? ഒരു മോൻ. ഇതിപ്പോൾ തുടങ്ങിയത് എത്ര നാളായി? ഇങ്ങോട്ട് വെച്ച് കൈ. ഇത് മേജർ സെക്ഷൻ സോറിയാസിസ് ആണ് ഈ രോഗം. ദേഹം മുഴുവനുണ്ട്. ഒന്ന് നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ദേഹം മുഴുവനും ചൊറിഞ്ഞു പൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരിക്കലും മാറുകയില്ലെന്നാണ് സാത്താൻ പറയുന്നത്. ഡോക്ടർമാർക്ക് ഇതിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. യേശുവിന് മാത്രമേ ഇത് സുഖപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മോൾ അതുകൊണ്ട് പൂർണ്ണമായി യേശുവിലേക്ക് അടുത്താൽ ഈ കാര്യമൊക്കെ ആവും. എല്ലാം ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പാവപ്പെട്ട മെനിക്കുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ? എൻ്റെ കർത്താവ് രക്ഷിക്കണം പറഞ്ഞു ഓടി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതോ ഭൂതപ്രേത പിശാചുക്കൾ ഒന്നിച്ചു വന്ന് പാവം കുട്ടിയുടെ ദേഹം കൊണ്ട് ത്വക്ക് രോഗം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കർത്താവെ, നീ കടന്നു വരിക. ഹല്ലേലൂയ. നിന്റെ നാമത്തിൽ ഇവരുടെ തലമുറയുടെ പാപങ്ങൾക്കടിയിൽ മാപ്പ് ചോദിക്കുന്നു. അതേ യേശു ക്രിസ്തുവേ, ഈ മകളുടെ തലമുറയുടെ പാപങ്ങൾക്ക് അടിയിൽ മാപ്പ് അപേക്ഷിക്കുന്നു. ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ പൊന്നു നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ചൊറിയും ചിരങ്ങും ബന്ധനങ്ങളും എല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം 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 സ്തോത്രം. ഇവരുടെ കുട്ടിക്കാലം മുതൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന യേശുവാണ്. കുറ്റങ്ങളെല്ലാം ക്ഷമിക്കുന്ന യേശുവാണ്. ബിംബാരാധനയുടെ ബന്ധനങ്ങളെല്ലാം മാറ്റുന്ന യേശുവാണ്. നീ പോകാൻ നീ ഇവിടെ വിട്ടു പോവുക. യേശുവിൻ്റെ നാമത്തിൽ നിത്യപിതാവിനോട് പ്രാർത്ഥിക്കുന്നു. സാത്താനോട് കൽപ്പിക്കുന്നു, ഈ മകൾ സുഖപ്പെടട്ടെ, നീ വിട്ടു പോവുക. ഓക്കെ ആയി. 15 ദിവസം കൊണ്ട് നല്ലൊരവസ്ഥയിലേക്ക് വരും. നിങ്ങൾ എന്നെ കണ്ടല്ലോ. ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഇത്രത്തോളം ജയം തന്ന എൻ്റെ കർത്താവിന് ഏറെ നന്ദി പറഞ്ഞാലും തീരില്ല. ഞാൻ അവിടെ വന്ന് ആ സമയത്ത് എൻ്റെ മനസ്സ് ഞാൻ എൻ്റെ കർത്താവിലേക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ, നീ അനുഗ്രഹിച്ചിട്ടല്ലാതെ
ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന്. കർത്താവ് സാറിൻ്റെ കരത്തിലൂടെ എന്നെ തൊട്ട മാത്രയിൽ ഞാൻ വിശ്വസിച്ചു, നിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നുവെന്ന്. ആ സൗഖ്യം നീ എനിക്ക് പൂർണ്ണമായി തന്നുവെന്ന് ഞാൻ വിശ്വസിച്ചു. നീ വിശ്വസിച്ചാൽ എൻ്റെ മഹത്വം കാണുമെന്ന് എൻ്റെ കർത്താവ് എന്നെ വെളിപ്പെടുത്തിയ നിമിഷമായിരുന്നു. ആ വിശ്വാസത്തിലൂടെ ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കുവാനായിട്ട് എനിക്ക് കൃപ മാത്രം മതി അപ്പാ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് തൊട്ട മാത്രയിൽ സൗഖ്യം കിട്ടിയതുപോലെ എനിക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം എന്റെ കർത്താവ് തന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതാണ് എന്റെ സാക്ഷ്യം. ലോകം മുഴുവൻ ഈ സാക്ഷ്യം പറയുവാനായിട്ട് എന്റെ കർത്താവ് എന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് ഞാൻ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. എന്റെ യേശുവേ, നിനക്ക് നന്ദി, നിനക്ക് സ്തോത്രം കർത്താവേ. ആയിരങ്ങളുടെ ആയിരങ്ങളും നന്ദി പറഞ്ഞാലും തീരുമില്ല എന്ന് എനിക്കറിയാം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞതുപോലെ എന്റെ ഈ തൊക്കഴുകി പോയപ്പോൾ അപ്പാ, നീ എന്റെ ഹൃദയത്തിൽ ഒരു പുതിയ ജീവൻ എനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.